വീണ്ടും മുംബൈ കോടതിക്കെതിരെ വിദ്വേഷ പ്രചാരണവുമായി CPM. മുംബൈ ഹൈക്കോടതിക്കെതിരെ പ്രതിഷേധിക്കാൻ പോളിറ്റ് ബ്യൂറോ ആഹ്വാനം. കോടതിക്ക് രാഷ്ട്രീയ നിറം ചാർത്തിയും പ്രചാരണം. ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിലാണ് CPM പ്രതിഷേധം. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിൽ CPMന്റെ പ്രതിഷേധം മുംബൈ കോടതിക്ക് നേരെയും നീളുകയാണ്. വിദ്വേഷ പ്രചാരണം തന്നെയാണോ CPM ഇക്കാര്യത്തിൽ വച്ചുപുലർത്തുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ബോംബെ ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ ഹമാസ് അനുകൂല പ്രകടനം നടത്താൻ മുംബൈയിൽ CPMന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി തള്ളുകയും ചെയ്തു. അതിൽ കോടതി ചില പരാമർശങ്ങളും നടത്തി. കോടതി ചൂണ്ടിക്കാട്ടിയത്, ഒന്ന്, ഇതൊരു വലിയ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. എന്തിനാണ് ഈ വിഷയത്തിൽ, അതായത് ഒരു പക്ഷം പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് കോടതി ചോദിച്ചത് ഇങ്ങനെയാണ്. CPMൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. കോടതി പറയുന്നു, ഇത് ഉയർത്താൻ പോകുന്ന പൊടിപടലങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ നിങ്ങൾക്കറിയില്ലേ? പലസ്തീൻ പക്ഷത്തോ ഇസ്രായേൽ പക്ഷത്തോ ചേരുക, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. കാരണം ഇത് രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാടാണ്. അതിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് രാജ്യത്തിനകത്ത് തന്നെ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നിരീക്ഷണവുമാണെന്ന് പറയാതിരിക്കാനും വയ്യ. അതിൻ്റെ പേരിലാണ് CPM ഇത്തരത്തിലൊരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് പോകുന്നതും. അതും കോടതിയുടെ ഈ നിലപാടിനെതിരെ അല്ലെങ്കിൽ കോടതിയുടെ വിധിക്കെതിരെ പ്രതിഷേധിക്കാൻ CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ അതൊരു കോടതിയലക്ഷ്യപരമായിട്ടുള്ള നീക്കമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടാകുന്നു, നിങ്ങൾക്ക് ആ ഉത്തരവിൽ അപ്പീൽ പോകാനുള്ള എല്ലാ അനുമതികളുമുണ്ട്. ആ കോടതി വിധിയിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ, ഹൈക്കോടതി വിധിയിലാണ് എതിർപ്പുണ്ടെങ്കിൽ, സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിലാണെങ്കിൽ അത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം. അവിടെയുമാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ഇനി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകളെ വരെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ അതേസമയം കോടതി വിധികളിലെ കോടതിക്ക് പുറത്ത് തെരുവിൽ ചോദ്യം ചെയ്യുന്നതോ തെരുവിൽ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതോ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് നിയമവിരുദ്ധവുമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കോടതിയലക്ഷ്യ നടപടികളടക്കം നേരിടാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം മുൻനിർത്തി തന്നെയാണ് CPM ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്, അത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ തന്നെ ആഹ്വാനം ചെയ്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കോടതി ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ നിരവധി പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തിനാണ് ആയിരക്കണക്കിന് അകലെയുള്ള അല്ലെങ്കിൽ കിലോമീറ്ററുകൾ അകലെയുള്ള രാജ്യത്തെ പ്രശ്നത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൊതുവിദേശ നയമുള്ളപ്പോൾ അതിന് ചേരാത്ത വിധത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കോടതി ഈ ഘട്ടത്തിൽ ചോദിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. അതിനെതിരെയാണ് CPM ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇനി ഈ ഘട്ടത്തിൽ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ ഇതിന് ഒപ്പം പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നേരത്തെ ഇത്തരത്തിൽ കോടതിക്കെതിരെ പ്രതിഷേധങ്ങൾ, കോടതി വിധിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യമുണ്ട്. നേരത്തെ അഖില ഹാദിയ കേസിൽ ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ കോടതിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് നമുക്ക് ഓർമ്മയുള്ള വിഷയമാണ്. അപ്പോൾ സമാനമായൊരു വിഷയത്തിൽ രാജ്യത്തെ തീവ്ര ഇസ്ലാമിക നിലപാടുകാർക്ക് അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഹമാസ് അനുകൂല പ്രതിഷേധങ്ങൾ തടയുന്നത് അല്ലെങ്കിൽ അത് തടഞ്ഞൊരു വിധിയിൽ തടഞ്ഞൊരു നടപടിയെ കോടതി അംഗീകരിക്കുന്നത് ചോദ്യം ചെയ്യുന്നതും ആർക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അത് കൃത്യമായി പറയാൻ കഴിയും. CPM കഴിഞ്ഞ കുറേ കാലമായി സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. പ്രത്യേകിച്ച് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെയുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുകാരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി പൊതുവിടങ്ങളിൽ ചർച്ചയാകുന്നതാണ്. അപ്പോൾ അത്തരമൊരു വിഷയത്തിൽ കോടതി വിധിയെ പോലും പരസ്യമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ളൊരു നീക്കം CPM നടത്തുന്നു എന്നുള്ളതാണ്. അതും അപ്പീൽ പോകാൻ എല്ലാ അവസരവും ഉണ്ടെന്നിരിക്കെ കോടതി വിധിയെ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യുന്നത് രാജ്യത്തെ കോടതികളുടെ വിശ്വാസ്യത തകർക്കാനും ആ സംവിധാനം പോരായ്മയുള്ളതാണ് എന്ന് വരുത്തി തീർക്കാനുമാണ് എന്നുള്ളത് കൂടി നിസ്സംശയം പറയാൻ കഴിയും. ഇതിൽ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്, നേരത്തെ ഈ സിൻഡിക്കേറ്റ് വിഷയവുമായി കേരള സർവകലാശാലയിലെ VC നിയമനം, അതുപോലെ തന്നെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ കോടതി സ്വീകരിച്ച ചില നടപടികൾ, അതായത് കോടതി നടപടികൾക്കിടെ കോടതി നടത്തിയ ചില പരാമർശങ്ങൾ CPM നേതാവായ R രാജേഷ്, സിൻഡിക്കേറ്റ് അംഗമായ R രാജേഷ് പരസ്യമായി അത് കോടതിക്ക് രാഷ്ട്രീയ ചായ്വുണ്ടെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു അന്ന് നടത്തിയത്. അതിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ അദ്ദേഹം ഇപ്പോൾ നേരിടുകയാണ്. കോടതി സ്വമേധയാ കേസെടുത്ത് ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നിരിക്കെയാണ് വീണ്ടും കോടതി നടപടികളെ പരസ്യം അധിക്ഷേപിക്കുന്ന വിധത്തിലേക്ക് CPM പോയിരിക്കുന്നത്. ഇതിൽ ഈ
രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വിദേശ നയം കോടതി ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അതിന് CPM കൽപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു വിധേയത്വം എന്ന രീതിയിലാണ്. അപ്പോൾ വീണ്ടും കോടതിക്കെതിരെ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം ആരോപിക്കുകയാണ് CPM ചെയ്യുന്നത്. അതും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും CPM-നുണ്ടെന്നിരിക്കെ ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കുന്നത് അത് കോടതി നടപടികളെയും കോടതി സംവിധാനത്തെയും മനഃപൂർവ്വം രാഷ്ട്രീയ പക്ഷപാതിത്വം ആരോപിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് കൂടി തുടക്കമിടുന്നതാണ്. ഒരുപക്ഷെ ഇത് കോടതി ഇലക്ഷൻ നടപടികളിലേക്കും മറ്റും പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ, CPM-ന്റെ ഏറ്റവും ഉയർന്ന സംഘടനാ സംവിധാനം തന്നെയാണ് കോടതി വിധിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. രോഹിണി, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നതെന്നും മുന്നോട്ട് പോകുന്നത് എന്നുമുള്ളത് ജുഡീഷ്യറിയെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഭരണഘടനാ അനുസൃതമായ ഒരു സ്ഥാപനത്തിനും സാധിക്കുകയില്ല. എന്നു മാത്രമല്ല, ഈ ഒരു വിഷയം പരിഗണിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസ് അനുകൂല പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നത് എന്നുള്ളത് മുംബൈ ഹൈക്കോടതി വ്യക്തമാക്കിയതുമാണ്. പക്ഷേ അവിടെയാണ് രാഷ്ട്രീയ നിറം ചാർത്തുന്ന CPM-ന്റെ ആ ഒരു നയം വരുന്നത്. അതായത് അത്തരത്തിൽ രാഷ്ട്രീയ നിറം ചാർത്തി അല്ലെങ്കിൽ അത് ആരെയെങ്കിലുമൊക്കെ പ്രീണിപ്പിക്കാൻ തങ്ങളുടെ നയം ഇതാണ്, മുംബൈ ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ മറ്റൊരു രീതിയിൽ ഇതിനെ വീക്ഷിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം വളരെ ബോധപൂർവം CPM സൃഷ്ടിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് CPM-ന്. അതാണ് അവർ എടുത്തു കാട്ടുന്നത് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയല്ലേ?